നിർമ്മാണം പാതിവഴിയിൽ. വാഗമൺ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് കെട്ടിടം അധികൃതരുടെ അനാസ്ഥയിൽ മുടങ്ങിക്കിടക്കുന്നു. വാഗമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കുന്നതിനായി ലക്ഷ്യമിട്ട ഹൈടെക് സ്കൂൾ കെട്ടിട നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി. 2020 അന്നത്തെ പീരുമേട് MLA ES ബിജിമോളിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ഇപ്പോൾ കാടുകയറി നശിക്കുന്നത്. വാഗമൺ സ്കൂളിലെ ക്ലാസ് മുറികളുടെയും ലാബുകളുടെയും അഭാവം പരിഹരിച്ച് കുട്ടികൾക്ക് മികച്ച പാഠ്യേതര നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ LSGD വകുപ്പിന്റെ സാങ്കേതിക അനുമതി വൈകിയതും അന്നത്തെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രത കുറവും പദ്ധതിക്ക് തിരിച്ചടിയായി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം സമയബന്ധിതമായി ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാതെ വരികയും ഒടുവിൽ വൻ തുക നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയുമായിരുന്നു. ലാബുകൾ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടെ ഉയരേണ്ടിയിരുന്ന കെട്ടിടമാണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം ഇന്ന് അനാഥമായി കിടക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. സ്കൂളിന്റെ വികസനവും കുട്ടികളുടെ ഭാവിയും മുൻനിർത്തി അടിയന്തരമായി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാണ് വാഗമൺ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.